വൈറ്റമിൻസ്, മിനറൽസ്, സ്ട്രോങ് ആൻറ്റി ഓക്സിഡൻസ് എല്ലാം കൊണ്ട് സമ്പുഷ്ടമായ ചീരയെ പച്ച ഇലക്കറികളിലെ ഒരു സൂപ്പർ സ്റ്റാർ എന്ന് തന്നെ വിശേഷിപ്പിക്കണം. ഫൈബർ റിച്ചായ പപ്പായ അമിതമായി ഭക്ഷണം കഴിക്കുന്നത് തടയാനും ദഹനം മെച്ചപ്പെടുത്താനും സഹായിക്കും. അമിതവണ്ണം നിയന്ത്രിക്കുന്നതിന് മികച്ച ഓപ്ഷനാണ് ഗ്ലൈസിമിക് ഇൻഡെക്സ് കുറഞ്ഞ പച്ചക്കായ. നമ്മുടെ നാട്ടിൽ സുലഭമായി കിട്ടുന്ന മുട്ടച്ചീര, കുറഞ്ഞ കാലറി അടങ്ങിയ സ്പിനാച്ച് പ്രതിരോധ ശേഷി കൂട്ടുന്നതിനും ശരീരഭാരം കുറയ്ക്കുന്നതിനും നമ്മുടെ ആരോഗ്യം ഒന്നിലധികം രീതികളിൽ മെച്ചപ്പെടുത്താനും സഹായിക്കും. അങ്ങനെ ഇത്രയും ആരോഗ്യ ഗുണങ്ങൾ ഒത്തുചേർന്ന മുട്ടച്ചീരയും പച്ചക്കായയും പച്ചപ്പപ്പായയും ചേർത്ത് പുളിങ്കറി ഉണ്ടാക്കാം. ആദ്യം പപ്പായ സ്ക്വയർ പീസസായി മുറിച്ച് ചേർക്കാം. കൂടെ സ്ക്വയർ പീസസാക്കിയ പച്ചക്കായയും ചേർത്തിട്ട് 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും പാകത്തിന് ഉപ്പും ചേർക്കാം. 1 നെല്ലിക്ക വലിപ്പം പുളിയുടെ വെള്ളം, കൂടെ തന്നെ വേകാൻ ആവശ്യമായ 1 കപ്പ് വെള്ളവും ചേർത്ത് പാത്രം അടച്ച് കുക്ക് ചെയ്യാം. വെന്ത് കഴിയുമ്പോൾ പച്ചക്കറികൾ ഒരു ഷൈനി ടെക്സ്ചറായി മാറും. ഈ സമയം 1 കപ്പ് മുട്ടച്ചീര ചേർത്ത് കൊടുക്കാം. പച്ചക്കറികൾ നന്നായി വെന്ത ശേഷം മാത്രം ചീര ചേർത്താൽ മതി. ഇനി നന്നായി മിക്സ് ചെയ്ത് വീണ്ടും പാത്രം അടച്ച് വേവിക്കാം. ഇത് കുക്കാവുന്ന സമയം ഇതിനുള്ള അരപ്പുണ്ടാക്കാം. അതിനായി 1 സ്പൂൺ പച്ചരി, 1 സ്പൂൺ ഉഴുന്ന്, 1 നുള്ള് ഉലുവ, ഇത്രയും എണ്ണ ചേർക്കാതെ വറുക്കാം. ഈ സമയം നല്ല മണമാണ്. ഇനി ഇതിൻ്റെ കൂടെ 1 സ്പൂൺ മല്ലി, എരിവിനനുസരിച്ച് മുളക്, 1/4 കപ്പ് തേങ്ങ, 3 കൊച്ചുള്ളി, ഇത്രയും വറുക്കാം. തേങ്ങയുടെ നിറം മാറണം, എന്നാൽ അത്രയ്ക്കങ്ങ് മൂക്കണ്ട. ഈ ഒരു പാകത്തിന് വറുത്ത് തണുത്തതിന് ശേഷം അരച്ച് കുക്കായ പച്ചക്കറികളിൽ ചേർത്ത് മിക്സ് ചെയ്യാം. 1 നുള്ള് കായപ്പൊടിയും കൂടെ ചേർക്കണം. ഇനി 1 സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കി കടുക്, കൊച്ചുള്ളി, മുളക്, കറിവേപ്പില ഇത്രയും വറുത്ത് ചേർക്കാം. ഇത്രയേ ഉള്ളൂ. ഇതൊരു സൂപ്പർ ടേസ്റ്റി കറിയാണ്. ഉണ്ടാക്കി നോക്കൂ, തീർച്ചയായും ഇഷ്ടമാവും. നല്ല രുചിയും മണവും ഉള്ള ഈ കറിക്ക് അതുപോലെ ആരോഗ്യ ഗുണങ്ങളും ഉണ്ട്.